അതുപോലെ തന്നെ മാഷ് വളരെ നല്ലൊരു പ്രസംഗകനാണ്. ഞാൻ ആദ്യം പറഞ്ഞത് പ്രാസംഗികനാണ്, പിന്നെ തെറ്റിപ്പോയ പക്ഷെ മാഷ് എനിക്ക് തിരുത്തി തന്നാണ് കേട്ടോ. അതൊരു വലിയൊരു തിരിച്ചറിവാണ്. അല്ല, അതെന്താ പറയുക, 8 മിനിറ്റ് തുടങ്ങിക്കോളൂ. ഈ സുകുമാർ അഴീക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസംഗകരിലൊരാൾ. പക്ഷെ സുകുമാർ അഴീക്കോട് പ്രഭാഷണ കല എന്നുള്ള ലേഖനത്തിൽ പ്രാസംഗികം എന്ന് എഴുതിയിട്ടുള്ളത്. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എഴുതിയിട്ടുള്ളത് സുകുമാർ അഴീക്കോടാണ്. അതങ്ങ് സമ്മതിച്ചു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാസംഗികം പറയാം. പക്ഷേ ഒരു ഗ്രമേറിയൻ അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ശുദ്ധി നോക്കുമ്പോ നമ്മൾ എന്തെന്ന് പറയണം? പ്രസംഗം. രണ്ടും പറയാം. പറഞ്ഞ മനസ്സിലായിട്ടുണ്ട്. ബഷീർ പറഞ്ഞ പോലെ പുഷ്പെന്നും പറയാം, പുഷ്പെന്നും പറയാം, പുൽപ്പെന്നും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അതൊക്കെ എന്തുകൊണ്ടാണ്? പ്രയോഗ സാധ്യതയാണ്. ഇപ്പൊ ഈ വലിയ ആൾക്കാരൊക്കെ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതൊരു ശീലമായി കഴിഞ്ഞാൽ ഭാഷയിൽ അത് എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. പറഞ്ഞോളൂ. അപ്പോൾ നല്ലൊരു വാഗ്മി അല്ലേ? വാഗ്മി വാചാലൻ വെച്ചാല് ഈ മിതം ച സാരം ച വജോഹി വാഗ്മിത എന്നാണ്. എന്നുവെച്ചാല് മിതവും സാരവുമായ മിതം ച സാരം ച വജോഹി എന്നുവെച്ചാല് ഏറ്റവും മിതമായ വാക്കുകളിൽ ഏറ്റവും സാരവത്തായിട്ട് സംസാരിക്കുന്ന ആളെയാണ് വാഗ്മി എന്ന് പറയുന്നത്. കാരണം അത് ഞാൻ പലപ്പോഴും ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് MN വിജയന്റെ അടുത്ത് നിന്നാണ്. കാരണം കാരശ്ശേരി അങ്ങനെ തന്നെയാണ്. നല്ല രസമാണ് ഇവരുടെയൊക്കെ പ്രഭാഷണം. കാരണം ഇങ്ങനെ നമ്മള് ഈ വളരെ ഗൗരവമാണ്, പക്ഷെ ഏറ്റവും കുറഞ്ഞ വാക്കുകളായിരിക്കും. എന്നാൽ ആ കുറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ മണിക്കൂർ നീണ്ടുപോകും. നോക്കിയിട്ടില്ലേ? അതാണ് അതിന്റെ ഒരു രസം. എന്നുവെച്ചാല് കുറഞ്ഞ വാക്കുകളാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വിഷയത്തിന്റെ ആ ഈ എന്താ പറയുക ഗാംഭീര്യം അനുസരിച്ച്, ഗഹനമായ അതിന്റെ സ്വഭാവം അനുസരിച്ച് എന്ത് ചെയ്യും? ഇതിങ്ങനെ നീണ്ടുപോകും. പക്ഷെ കഴിയുന്നത്ര അത് നിങ്ങൾ ഏത് കാര്യത്തിലായാലും, ഇപ്പൊ സാഹിത്യത്തിലായിക്കോട്ടെ, 10 വാക്കുകളിൽ എഴുതേണ്ട ഒരു കാര്യം നിങ്ങൾ 5 വാക്കിലോ 3 വാക്കിലോ എഴുതിക്കോ. എന്ത് രസമായിരിക്കും. കാരണം എന്താ? വാക്കുകളെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് കല. സാഹിത്യം അല്ലെങ്കിൽ പ്രസംഗം ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്ക് വേണമെങ്കിൽ കൈയൊക്കെ ചുരുട്ടി വളരെ എന്താ പറയുക രാഷ്ട്രീയക്കാരെ പോലെ പ്രസംഗിക്കാം, അവർക്കത് വേണം. പക്ഷെ സാഹിത്യത്തിന്റെ ഒക്കെ പ്രസംഗത്തിൽ, ഇനി പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഓഡിയൻസുമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങൾ ഒരിക്കലും ഓഡിയൻസിനെ മനസ്സിലാക്കാതെ പ്രസംഗിക്കരുത്. സുകുമാർ അഴീക്കോട് എന്ന് പറയുന്നുണ്ട്, നമ്മൾ ഒരു പ്രസംഗം തുടങ്ങി ഈ പ്രസംഗം ചാവുന്നതിന് മുമ്പ് പ്രസംഗം നിർത്തണം എന്നാണ്. അതിനർത്ഥം മനസ്സിലായില്ലേ? ആ ഓഡിയൻസിന്റെ ഇടയിൽ ഇത് ഈ പ്രശ്നമുണ്ടാക്കി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിർത്തിക്കോണം. ഒരിക്കലും അത് വെച്ച് നീട്ടരുത്. ഇതേപോലെ തന്നെ പ്രസംഗത്തിന്റെ പല രീതികളെ കുറിച്ച് അഴീക്കോട് പറയുന്നുണ്ട്. അഴീക്കോട് എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ആദ്യം കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ DC ബുക്സിന്റെ എന്തോ ഒരു പ്രോഗ്രാമില് 10 മണിക്കൂറാന്നറിയോ. ഇനി ഇത് കൂടാതെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, എൻ്റെ MA ക്ലാസ്സിൽ ഒരു ദിവസം വന്നിട്ട് രസങ്ങളെ കുറിച്ച് 5.5 മണിക്കൂറാണ് ഒരൊറ്റ നിപ്പിൽ നിന്ന് ക്ലാസ് എടുത്തത്. മറക്കാൻ പറ്റില്ല, കയ്യിലൊന്നുമില്ല. പക്ഷേ അത്രയ്ക്കധികം അത് ഇത് വെച്ചേക്കാണ്, എന്ത് സൂക്ഷിച്ചു വെച്ചേക്കാണ്. നവരസങ്ങൾ എങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ വരുന്നത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത എല്ലാതും ചേർന്നതാണ്. അവിടെ ദേഷ്യമുണ്ട്, തമാശയുണ്ട്, കരുണയുണ്ട്, ഇനി ഏതൊക്കെ രസങ്ങളുണ്ടോ ഈ രസങ്ങളൊക്കെ ചേർന്ന സാഹിത്യമാണ് ഇത് കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഇത് ക്ലാസ് എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ അതും പ്രസംഗം തന്നെയാണ് ശരിക്കിട്ട. ക്ലാസ്സാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളിലൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ അംശങ്ങൾ പുറത്തേക്ക് വരും. ഇത് വരാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ പ്രസംഗം എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു കലയാണ്. പക്ഷേ ആ കലയെ നിങ്ങൾ സ്നേഹിക്കണം. ഇപ്പോ ഒരു പ്രാവശ്യം സുകുമാർ അഴീക്കോടിനെ ഒരു പ്രസംഗത്തിന് അന്ന് ഞാൻ പാരലൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ക്ഷണിക്കാൻ വേണ്ടി പോയ സമയത്ത് കാരണം അദ്ദേഹം പൈസ മേടിച്ചിട്ട് എന്നെ ചെയ്യാറുള്ളത്. അപ്പോ അന്ന് ഞങ്ങളുടെ ഒരു കോളേജൊക്കെ ആകുമ്പോ അത്ര ഇതില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ ഞാൻ വന്ന് 1/2 മണിക്കൂർ നിങ്ങളുടെ അടുത്ത് പ്രസംഗിക്കണമെങ്കിൽ ഒരു രാത്രി മുഴുവനും ചിലപ്പോൾ ഇരുന്നിട്ട് ഞാൻ റഫർ ചെയ്യണം. ഇതത്ര ചെറിയ കാര്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ ഒരാളെ പ്രസംഗത്തിനാ വിളിക്കും, അദ്ദേഹം നിങ്ങൾ ഗംഭീരമായിട്ട് പ്രസംഗിക്കും, നിങ്ങൾ കൈയടിക്കും, നിങ്ങൾ ഭയങ്കര സന്തോഷം ഇതാക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു രാത്രി ചിലപ്പോൾ മുഴുവനും ചെലവാക്കിയിട്ടുണ്ടാവാം. കാരണം ഈ അഴീക്കോടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അധ്യാപകനായിരുന്ന പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ളത് രാത്രി 2 മണിക്കാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ലൈറ്റ് ഓഫ് ആവുക. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അഡ്ജസ്റ്റ് ചെയ്യാം. കറക്റ്റ് 4 മണിക്ക് എന്ത് ചെയ്യും, അവിടെ ലൈറ്റ് ഉണരുകയും ചെയ്യും. ബാക്കിയുള്ള സമയം മുഴുവൻ വായനയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉറക്കം 2 മണിക്കൂറാണെന്ന് ആലോചിച്ച് നോക്കണം. എന്തൊരു, നമ്മുടെ നെപ്പോളിയൻ അങ്ങനെയായിരുന്നു. നെപ്പോളിയൻ ഉറങ്ങിയിരുന്നത് ഈ കുതിര യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കുതിരപ്പുറത്ത് അങ്ങനെ പോവില്ലേ, അപ്പൊ അതിന്റെ കടിഞ്ഞാലിന്റെ അതിന്റെ ഉള്ളിലേക്ക് ആ ഒരു ഇതുണ്ടല്ലോ, അവിടെ കിട്ടിട്ട് 10 മിനിറ്റ് ആണ് അദ്ദേഹത്തിന്റെ ഉറക്കം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെങ്ങനെ യുദ്ധരംഗത്താണ് എപ്പോഴും ശരിക്ക്, അതിന്റെ ഇടയിൽ കൂടെയാണ് മൂപ്പര് എന്ത് ചെയ്യുക, 10 മിനിറ്റ് ഉറങ്ങുക. ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ അവരൊക്കെ നേടിയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ്. അഴീക്കോടിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പൊ ഒരു വിഷയത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇതൊന്നും അദ്ദേഹം, നമ്മളൊക്കെ പലപ്പോഴും കുറിപ്പ് നമ്മൾ കണ്ടല്ലേ പ്രസംഗിക്കാൻ പോകുമ്പോ ചില ഇതൊന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അത് വിജയമാഷ അങ്ങനെ തന്നെയാണ്. വിജയമാഷക്കൊന്നും ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആഴത്തിലാണ് അവർ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓരോ വിഷയത്തെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കാതെ നിങ്ങൾ ഒരിക്കലും പ്രസംഗിക്കാൻ പോകരുത്. കാരണം എന്താ, ഈ പ്രസംഗത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കുനിഷ്ഠ ചോദ്യം വന്നാൽ മതി. നമ്മൾ പറയില്ലേ കുരുത്തം കെട്ടാന്ന് പറയില്ലേ, അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്താൽ മതി, അല്ല സാർ ഇതെന്താണ്, ഈ സംഭവം മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ അവിടെ നമ്മള് ഇപ്ലിങ് എന്നുള്ളൊരു വാക്കുണ്ട് അല്ലെ, പുതിയ വാക്കല്ലേ ഇപ്ലിങ് എന്നൊരു വാക്കുണ്ടല്ലോ, നമുക്ക് സംഭവിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പഠിച്ചെങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ പോണ സമയത്ത് എന്നോട് പെരിന്തൽമണ്ണയിൽ നമ്മുടെ ഒരു ബന്ധുക്കളുണ്ട്, അദ്ദേഹം അവിടെ ഒരു സാറുണ്ടായിരുന്നു, അദ്ദേഹം ഇതാണ് ബന്ധുവാണ്. അദ്ദേഹം പറഞ്ഞു, മുരളി ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ 10 കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. കാരണം ഈ ഒറ്റ കാര്യം കൊണ്ട് നിങ്ങളൊരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ, കാരണം അത് പെട്ടെന്നൊക്കെ തീരും, പിന്നെ നിങ്ങൾക്ക് ആ കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് 10 കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇതൊരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനമാണ്. നിങ്ങൾക്കിത് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം ഓരോ തരത്തിലാണ്, ഓരോ ഓഡിയൻസ് അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ആവേശമുള്ള പ്രസംഗമായിരിക്കും ഇഷ്ടം, ചിലർക്ക് വളരെ കൂളായിട്ടുള്ള പ്രസംഗമായിരിക്കും ഇഷ്ടം, ചിലർ ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ ഇതിൽ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ശരിക്കും. ചില ഓഡിയൻസിനെ അറിയുക, അതോടൊപ്പം തന്നെ ആ വിഷയത്തെ അറിയുക, ആഴത്തിൽ അറിയണം. അതാണ് എങ്ങനെയാണ് ഈ പ്രസംഗം. ഇപ്പൊ നമുക്ക് പറഞ്ഞു മാതൃഭാഷയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. എന്ന് തൊട്ടാണ് ഈ പ്രസംഗിക്കാനായിട്ട് മാഷ് സ്റ്റേജിൽ കയറാൻ തുടങ്ങിയത്? അല്ല, അത് ഞാൻ MA പഠിക്കുന്ന സമയത്ത്, അന്ന് പ്രസിഡൻസി കോളേജ്, ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്റെ പ്രൊഫസർ ഉള്ള ഏറ്റവും വലിയൊരു മെച്ചം എന്താന്ന് വെച്ചാൽ, ഞങ്ങളെ കൊണ്ട് അവിടെ എന്ത് പരിപാടി ഉണ്ടായാലും പ്രസംഗിക്കാൻ ഞങ്ങൾ വിടും. എന്ന് പറഞ്ഞാല് ഈ മദ്രാശി മലയാളം മലയാളി സമാജം ഉണ്ട് അവിടെ. ഈ മലയാളി സമാജത്തില് അവിടെ വെച്ചിട്ടാണ് ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവുക. അത് സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാവും, സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ അവിടെ മത്സരങ്ങൾ നടക്കും, പ്രസംഗ മത്സരം നടക്കും. ഇതിനൊക്കെ സാറ്, ഞാൻ പറഞ്ഞില്ല, അതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. തൻ്റെ കുട്ടികൾ ഒരു ഭാഷ അധ്യാപകനാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭാഷ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അന്ന് സിനിമ ഉണ്ടാവുമ്പോ റിവ്യൂ അദ്ദേഹത്തിന് പാസ് കിട്ടും. മദ്രാസാണല്ലോ, അത് കിട്ടും, അത് ഞങ്ങളെ കൊണ്ടുപോകും. ഇതേപോലെ അതുകൊണ്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാല്, ഈ സിനിമയുടെ ഒക്കെ ഓരോ വാർഷികം മറ്റതൊക്കെ വരില്ലേ, പ്രേം നസീറിന്റെ ഒപ്പം, ശ്രീകുമാരൻ തമ്പിയുടെ ഒപ്പം, നെടുമുടി വേണുവിന്റെ ഒപ്പം, ഇങ്ങനെയുള്ള വയലാറുണ്ടായിരുന്നില്ല, വയലാർ ഞാൻ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ചിരുന്നു, ദേവരാജൻ, ONV, ഇവരൊക്കെ ഉള്ള സ്റ്റേജുകളിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ജയവിജയന്മാര് അവരൊക്കെ ഓഡിയൻസിലുണ്ടാവും. അവർ മദ്രാസിലൊക്കെ എന്ത് പരിപാടി ഉണ്ടായാലും അവിടെ വന്നിരിക്കും. നല്ല രസമാണ്. അന്ന് 2 പേരും ഉണ്ട്, 2 പേരും പോയി. അപ്പോ ഇങ്ങനെ ഈ വേദികളെ അന്ന് സാറ് നമുക്ക് തന്നിരുന്നു. അങ്ങനെയാണ് അന്ന് പ്രസിഡൻസി കോളേജിൽ ഒരു മത്സരം ഉണ്ടായപ്പോ പ്രസംഗത്തിൽ അന്ന് 2ാം സമ്മാനം കിട്ടി. അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അന്നൊന്നും എനിക്ക് നല്ല പ്രസംഗമൊന്നും ഇന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഒരിക്കലും ഭയങ്കര പ്രസംഗമൊന്നും ഞാൻ പറയില്ല. പക്ഷേ പ്രസംഗത്തിന്റെ രീതികളെ കുറിച്ച്, കാരണം എപ്പോഴും ഞാൻ ഇതേപോലെ തന്നെ രാത്രി എനിക്കുള്ള ഒരു വിനോദം എന്ന് പറഞ്ഞാൽ, യൂട്യൂബിലൊക്കെ വരുന്ന നല്ല പ്രസംഗങ്ങൾ ഇപ്പോഴും ഞാനിന്ന് കേൾക്കാറുണ്ട്. ഇപ്പൊ സുനിൽ പിള്ളയുടെ ആയാലും, ഇപ്പൊ കാരശ്ശേരി മാഷയുടെ ആയാലും, അതേപോലുള്ള ആൾക്കാരൊക്കെ, അഴീക്കോടിന്റെ ഒക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ശരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് അവരൊരു കാര്യത്തെ അവതരിപ്പിക്കുന്നത്, എങ്ങനെയാണ് ആ വിഷയത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നിങ്ങൾക്കുള്ള പാഠങ്ങളാണത്. അത് നമുക്ക് ഇത്ര സഹായം ചെയ്യുന്നറിയോ ശരിക്കും. അവരുടെ ആ രീതികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഒരു വിഷയത്തെ എങ്ങനെ തുടങ്ങണം. നമ്മൾ സാധാരണ പറയാറുള്ളത് നേരെ കയറി വിഷയത്തിലേക്ക് ഒരിക്കലും പോകരുത്. അതിനു പകരം ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ബിൽഡപ്പ് ചെയ്യാന്ന് പറയും. ശരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഇത് ആദ്യം ഇങ്ങനെ തുടങ്ങി, ചിലപ്പോൾ അതൊരു കഥ പറഞ്ഞിട്ടാവാം, ചിലപ്പോ രണ്ടുപേര് കവിത ചൊല്ലിയിട്ടാവാം, അല്ലെങ്കിൽ വേറൊരു അനുഭവം പറഞ്ഞിട്ടാവാം. നമ്മൾ എന്ത് ചെയ്യണം, ഒരു 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 ചില ആ ഓഡിയൻസിനെ നമ്മളിലേക്ക് ഇങ്ങനെ ഇതന്നെ ക്ലാസ്സിലോട്ടാ മറക്കരുത്. ഒരു അധ്യാപകനും ഒരു പ്രസംഗകനും ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം സാദൃശ്യമുണ്ട്. ശരിക്കും താരതമ്യം ചെയ്യാൻ പറ്റും അവര് ശരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അന്തരീക്ഷം ആദ്യം ഉണ്ടാക്കണം. ചിലപ്പോ ഒരു കഥയാവും, അതാ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് മതി. ചിലപ്പോ നമ്മൾ പറയുന്ന ഒരു വാക്ക്. അടുത്ത ദിവസം ഞാനൊരു നമ്മുടെ KMCCയുടെ പ്രസംഗം ഉണ്ടായപ്പോ എനിക്ക് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യണം എന്നും സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഇരുന്നിട്ട് എന്തായിരിക്കും. അപ്പോ ഭാഷയാണ് വിഷയം. അങ്ങനത്തെ ഒരു ഭാഷാധ്യാപകന് യാത്രയയപ്പ് നൽകുമ്പോൾ ഭാഷയെ കുറിച്ച് എന്തെങ്കിലും പറയേണ്ടത് അത്യാവശ്യമില്ലേ. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, മദ്രാസില് ഈ ഇതുണ്ടല്ലോ നമ്മുടെ മെട്രോയുടെ ഒരു ദിവസം പോണ സമയത്ത് പെട്ടെന്നാണ്, ഇപ്പൊ ഇവിടെ കണ്ടല്ലേ നമ്മള് ഈ നെക്സ്റ്റ് സ്റ്റേഷൻ ഈസ് കണ്ടല്ലേ, അവര് പറയാ വര പോറ നൃത്തം. ആലോചിച്ച് നോക്കിയേ, എന്ത് രസാണ് ആ വാക്ക്. നമുക്കതിന് പറയാൻ പറ്റും. നമുക്ക് നൃത്തം എന്ന് പറഞ്ഞാൽ അപ്പൊ വേറെയാണ് അല്ലെ, കയ്യും കലാശിട്ട് കാണിക്കുന്ന വേറൊരു രൂപമാണ്. പക്ഷേ നൃ അല്ല, നൃത്തം. ഞാനത് കേട്ടിട്ട് അതിശയിച്ചു പോയി. ഒരു സ്റ്റോപ്പ് എന്നുള്ള വാക്കിന് നമുക്കൊരു വാക്കില്ല ശരിക്കും. എന്നിട്ട് ഞാൻ ഉദാഹരിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഭാഷയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉടൻ നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരും. ഒരാവശ്യമില്ല. കാരണം ഇപ്പൊ ഇലക്ട്രിസിറ്റി ഇത് നമുക്ക് പറയണമെങ്കിൽ ഉടൻ നമ്മൾ എന്ത് പറയും, വിദ്യുത് ശക്തി. നമ്മുടെ അത് വളരെ ഈസി ആയിട്ട് മിൻസാരം എന്ന് പറഞ്ഞു. എന്ത് സിമ്പിളാ അത് ശരിക്ക്. അതേപോലെ തന്നെ മറ്റേ ഈ ടെലിഫോൺ നമുക്ക് വന്നു, തൊലൈപേശിയം. ഇത് സിമ്പിൾ ആണത്. തൊലൈക്കാഴ്ചി, എന്താ തൊലൈക്കാഴ്ചി? ടെലിവിഷൻ. ബസ്, പേരുണ്ട് എന്ന് വെച്ചാല് ചെറിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടിയാണ്. വലിയ വണ്ടിക്ക് ബസ്, പേരുന്ത് നിലയം എന്നാണ്. നമ്മള് ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ എന്നാണ് നമ്മൾ വയ്ക്കുക. പക്ഷെ നമുക്ക് അങ്ങനെയാണ് അല്ലേ, നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് എന്നാണ്. അവരെന്ത് സിമ്പിൾ ആയിട്ടാണ് പേരുന്ത് നിലയം. ചല് പല്ലവൻ. ഇനി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ പറയുള്ളൂ കലൈ കഴകം. രസം. സർവ കലാശാല. എത്ര രസമായിട്ടാണ് അവരുടെ ഭാഷ അവരുപയോഗിക്കുന്നത്. പക്ഷെ നമുക്കത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷിലേക്ക് പോകും. അല്ലെങ്കിൽ പഴയ, ഞാനത് ഉദാഹരണം പറയാറുള്ളത്, നമ്മുടെ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ. പണ്ടൊക്കെ നമ്മൾ പെറുക എന്ന് പറയാ പ്രസവത്തിന്, പേര്. അന്ന് നമ്മുടെ ഭാഷ ഉപയോഗിച്ചിരുന്നത്. കുറച്ചു കഴിഞ്ഞ് സംസ്കൃതത്തിന്റെ ഭയങ്കര സ്വാധീനം വന്നപ്പോ എന്തായി, പ്രസവിക്കുക എന്നാക്കി മാറ്റിയത്. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ എന്തായി, നമുക്ക് സ്റ്റൈല് പോരാ, ഡെലിവറി ആക്കി മാറ്റി. ഈ 3 വാക്കുകൾ നിങ്ങളുടെ ഭാഷയുടെ മാറ്റത്തിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ്. ഇതേപോലെ ഓരോ കാര്യവും നിങ്ങൾ നോക്കിയാലും എങ്ങനെയാണ് നിങ്ങളുടെ ഭാഷയെ നശിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ തന്നെ എന്താക്കി മാറ്റുകയാണ്, വികലമാക്കലും മാത്രമല്ല, നമുക്ക് വേണ്ട നമ്മുടെ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സത്യമാണ്. നമ്മൾ പ്രാദേശിക പദങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴിവാക്കിയിട്ട് അവിടെയൊക്കെ കൊണ്ടുവന്ന് ഇംഗ്ലീഷിനെ സ്ഥാപിക്കുകയാണ്. എന്തിനാ അതിന്റെ ആവശ്യം? പണ്ട് കാലത്ത് അത് സംസ്കൃതമായിരുന്നു ശരിക്കും. ആദ്യകാലത്ത് ഈ ബ്രാഹ്മിൻസിന്റെ കൺട്രോളുള്ള സമയത്ത്, സവർണ മേധാവിത്വമുള്ള സമയത്ത് അവർ ചെയ്തിരുന്നത് മുഴുവനും സംസ്കൃത പദങ്ങൾ. ഇപ്പോ പാണൻ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു കാലഘട്ടത്തിൽ ചേര സാമ്രാജ്യത്തിന്റെ കാലം ഞാൻ പറഞ്ഞ കേരളത്തിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏത് കൊട്ടാരത്തിലേക്കും കയറി ചൊല്ലാൻ അനുവാദമുണ്ടായിരുന്ന ഒരാളായിരുന്നു. കാരണം പാണൻ എന്ന് പറയുന്നത് കവിയാണ്. മനസ്സിലായില്ലേ? ആ കവി പിന്നീട് എന്തായി, ഒരു നമ്മളെന്താ പറയാ, ഷെഡ്യൂൾഡ് ഇതിലേക്ക് കാസ്റ്റാക്കി മാറ്റി അവരെ നമ്മളങ്ങനെ ഒതുക്കി കളഞ്ഞു. ഞാനിത് പറയാനുള്ള കാരണം, ഞങ്ങളൊക്കെ ഈ ഓണം, വിഷു, തിരുവാതിരക്ക് ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു തുയിര് വളർത്താനൊക്കെ പാണന്മാരെ വരിക. അതിൽ 2-3 നമ്മുടെ സ്കൂളിലുണ്ട് കേട്ടോ, പഠിക്കുന്ന ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. പക്ഷെ ഇവര് വന്നിട്ട് എന്റെ അമ്മയ്ക്ക് സംഗീതം ഭ്രാന്തായിരുന്നു. വെച്ചാല് നമ്മള് പറയില്ലേ, സംഗീതം എന്ന് പറഞ്ഞാൽ അമ്മ കിടന്നിട്ട് മരിക്കും.
വെറുതെ ഇരുന്നിട്ട് ചിലപ്പോ ഭയങ്കര ഭക്തിയൊക്കെ വരുന്ന സമയത്ത് അമ്മ ഉറക്കി ഇരുന്ന് ഇങ്ങനെ പാടും. അതേ രസം. അതും രസം എന്താന്ന് വെച്ചാൽ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് ഈ മുൾക്കിരീടമിതെന്തിനു തന്നു ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അമ്മ പാടുക. ഇതേപോലെ തന്നെ ഈ മറ്റേ ആ പാട്ടുണ്ടല്ലോ, എന്നിട്ട് ഈ കുരു ഒലിവില ഒരു പാട്ട് ഓശാന പാട്. ഈ പാട്ടൊക്കെ ഇരുന്നിട്ട് പൂജാമുറിയിൽ ഗുരുവായൂരപ്പനുണ്ട്, കൃഷ്ണനുണ്ട്, ദേവിയൊക്കെ ഉണ്ട് അവിടെ. അവരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇത് അങ്ങോട്ട് ഉറക്കി ഇരുന്ന് പാടും, എന്നിട്ടിരുന്ന് കരയും. സംഗീതത്തിന്റെ മതവും ജാതിയും ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഒരു ജാതിയില്ല, ഒരു മതവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സംഗീതം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ചില ശബ്ദധാരയാണ് ശരിക്കും. നിങ്ങളെ ഈ ധാരയിലേക്ക് അത് കൊണ്ടുപോവുകയാണ്. നമ്മളെന്താ പറയാ, സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ആത്മീയമായ നിർവ്വാണം എന്നൊക്കെ പറയില്ലേ, ഈ ഒരു സംഗീതത്തിനുണ്ട് ശരിക്കും. ആനന്ദം, പരമാനന്ദം എന്നൊക്കെ നമ്മൾ ഒരു പാട്ടിലുണ്ടല്ലോ മലയാളത്തിൽ, നമ്മുടെ മോഹൻലാലിന്റെ ആനന്ദം പരം. അതെന്താണ് സംഭവം? സംഗീതം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കത്. കാരണം എത്തും സംഗീതത്തിന് അത് കഴിയും. അതുകൊണ്ടാണ് സംഗീതം ഒരു ചികിത്സാ സമ്പ്രദായമാവും പറഞ്ഞത്. എന്നുവെച്ചാല് ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഒരു രീതി തന്നെയാണ്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുടെ ഈ രോഗങ്ങളെ വരെ മാറ്റാൻ സംഗീതത്തിന് കഴിയും എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ദൈവങ്ങളും അതിന്റെ ഒന്നാമതൊരു ദൈവമേ ഉള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. പക്ഷെ നമ്മളത് നമ്മുടെ വിശ്വാസം, നമ്മൾ ജനിച്ച അവസ്ഥയ്ക്ക് അനുസരിച്ച് പലതരത്തിൽ അത്രയേ ഉള്ളൂ. ഇതല്ലാതെ ദൈവം ഒരിക്കലും രണ്ടെണ്ണം ഉണ്ടാവാൻ പറ്റില്ല. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയതാണ് സംഗീതം ശരിക്കും. സംഗീതത്തിന് ഇപ്പൊ പലർക്കും പല വഴിയാണ്. ചിലരുടെ സന്യാസാണ്, അല്ലെങ്കിൽ വേറെ ചിലരുടെ ചില വഴിയാണ്. കുമാരനാശാൻ അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങള് സന്യാസത്തോടാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നരന്റെ ആകാരമാർന്ന് ഇവിടെ ജനിച്ചിടായിന്ന് തന്നെയാണ് കുമാരനാശാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ചാല് നളിനി എന്നുള്ള ഒരൊറ്റ കവിത നിങ്ങൾ എടുത്താൽ മതി. നളിനിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നളിനിയും ദിവാകരനും ചെറുപ്പത്തില് വളരെ ഇഷ്ടമായിരുന്നു. ദിവാകരൻ പക്ഷെ എന്ത് ചെയ്യാണ്, സന്യാസത്തോട് കമ്പം വരികയാണ്. അങ്ങനെ മൂപ്പര് നേരെ എവിടേക്ക് പോവുകയാണ്, ഹിമാലയത്തിൽ പോവുകയാണ്. പക്ഷെ നളിനിയാണെങ്കിലോ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞത് മരിച്ച് ഇതിനു വേണ്ടി മാത്രം ജീവിച്ച് കറങ്ങി ഒരു ആശ്രമത്തിലെത്തുകയാണ്. ഇയാളെ കിട്ടുന്നില്ല. അങ്ങനെ അവള് എന്ത് ചെയ്യാൻ പോവുകയാണ്, മരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ മരിക്കുന്ന സമയത്ത് ഒരു സന്യാസിനി ഇത് കണ്ടു, മുടി കുരുങ്ങി കിടക്കുന്നത് കണ്ടു. അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോയിട്ട് പിന്നെയും 5 വർഷത്തോളം തപസ് ചെയ്യാണ് ശരിക്കും. എന്നുവെച്ചാൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ദിവാകരന് വേണ്ടി മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ കാത്തിരുന്ന് നമ്മൾ പറയില്ലേ, നമ്മുടെ ഒരു ശക്തി മനസ്സിന്റെ ഉണ്ടാവുമ്പോ ദിവാകരൻ അവിടെ നിന്ന് പെടപ്പ് തുടങ്ങി ശരിക്കും. മനസ്സിന്റെ ശക്തിയാണതേ. ആ തുടക്കം തന്നെ അങ്ങനെയാണ് ശരിക്കും. ദിവാകരൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ്, മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരുന്ന ഒരു വരവാണ് ശരിക്കും. എന്നുവെച്ചാല് സന്യാസിക്ക് തന്നെയാണ്. പക്ഷെ അതും വളരെ മനോഹരമായിട്ട് കുമാരനാശൻ ചെയ്തിട്ടുള്ള ഒരു മരം, ആ മരത്തിന്റെ അപ്പുറത്ത് ഇപ്പുറത്താണ് ഇവർ നിൽക്കുന്നത്. രസമായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ? ചില ഇപ്പുറത്ത് നളിനി, അപ്പുറത്ത് ദിവാകരൻ. കാരണം അപ്പോഴും ഒരു തടസ്സം പോലെ ഇങ്ങനെ വരികയാണ്. അത് കഴിഞ്ഞിട്ട് അവർ കാണുകയാണ്. നളിനിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പരം ജീവിതത്തിൽ കിട്ടാനുള്ള ഒരു സന്തോഷമില്ല ശരിക്കും. അങ്ങനെ പക്ഷെ ദിവാകരനാണെങ്കിലോ താൻ വലിയ സന്യാസിയാണ്. അപ്പൊ അതുകൊണ്ട് ദിവാകരൻ പറയണോ, ഓക്കെ നീ ആരാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് കുറെ നേരമൊക്കെ. ഇതൊക്കെ കഴിഞ്ഞപ്പോ ദിവാകരൻ പറയണം, ഓക്കെ ശരി, അപ്പൊ നീ ഒരു സന്യാസിനി, ഞാനൊരു സന്യാസിയാണ്, നമുക്ക് എപ്പോഴെങ്കിലും കാണാം എന്ന് പറഞ്ഞിട്ട് തിരിയാൻ ശ്രമിക്കുകയാണ്. നളിനി ഒരൊറ്റ പിടുത്താണ് ദിവാകരന്റെ കാൽക്കല്. എന്നിട്ടൊരു കരച്ചിലാണ്. ആ കരച്ചില് കഴിഞ്ഞിട്ട് ദിവാകരന്റെ മാറിലേക്ക് ഒറ്റ സെക്കൻഡ് ആലോചിച്ച് നോക്കണം, ആ മാറിലേക്ക് പതിക്കുന്നു, അവിടെ കിടന്ന് മരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തന്റെ ജീവിതം ഞാൻ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇതാണ് സ്ത്രീയുടെ സ്നേഹം. ഇതിനെക്കുറിച്ച് കുമാരനാശൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചിലൊരു സ്ത്രീയുടെ ഇപ്പൊ പുഴയൊഴുകുന്ന വഴിയൊക്കെ മാറ്റാം, പക്ഷെ ഒരു സ്ത്രീയുടെ മനസ്സ് ഒരാളിൽ ഉള്ളിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല. ഒരു പ്രണയത്തിന്റെ ശക്തി അതാണ്. ഒരിക്കലും ഒരു സ്ത്രീ, പ്രത്യേകിച്ച് അവൾക്ക് ഉണ്ടാവുന്ന ആദ്യ അനുരാഗം നമ്മൾ പറയില്ലേ, ഇതിന് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ സന്യാസത്തിന്റെ അങ്ങേയറ്റൊക്കെ കടന്ന്, സന്യാസം ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് പ്രണയം കൊണ്ടും എന്ത് നേടാൻ പറ്റും?
ആത്മീയ ആത്മീയ ഇത് തലത്തിലെത്താൻ നേടാൻ പറ്റും. പറ്റും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പ്രസംഗത്തിലാണ് തുടങ്ങിയത്, അവിടുന്ന് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പ്രണയത്തിലെത്തി.